എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എമ്പുരാൻ വിവാദം ഉടൻ അവസാനിക്കും എന്ന് തോന്നുന്നില്ല. ഈ വിവാദങ്ങൾക്കിടയിലും സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമ 2 ദിവസം കൊണ്ട് 100 കോടി കളക്ട് ചെയ്തു എന്ന് അവരുടെ ഒഫീഷ്യൽ ഇതുവഴി പുറത്തുവിട്ടിരുന്നു. പൃഥ്വിരാജും മോഹൻലാലൊക്കെ അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി കാർഡ് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് 2 ദിവസം കൊണ്ട് 100 കോടി കളക്ട് ചെയ്തു. ഇപ്പോൾ ഇന്നലെ വന്ന ഒരു വാർത്ത പ്രകാരം സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഇതിൻ്റെ എഡിറ്റഡ് വേർഷൻ അതായത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, വേണ്ടാത്ത മറ്റുള്ള സ്ഥലത്ത് മ്യൂട്ട് ചെയ്തും അങ്ങനെ ഒരു എഡിറ്റഡ് വേർഷൻ തിയേറ്ററിൽ ഇറക്കാൻ പോവുകയാണ്. പക്ഷേ എന്ന് ഇറക്കുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. 2 ദിവസം ഇറക്കുന്ന പറഞ്ഞേ. അപ്പോൾ അവർ കാത്തിരിക്കുന്നത് ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് അവർക്ക് ഇതിനോട് എന്താ പറയുക താല്പര്യം ഉണ്ടെങ്കിൽ, അവരുടെ ഇത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ നേരത്തെ ചെയ്യണം. തിയേറ്ററിൽ നിന്ന് പിൻവലിച്ചിട്ട് ഉടനടി ഈ എഡിറ്റഡ് വേർഷൻ, പുതിയ വേർഷൻ തിയേറ്ററിലോട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അതിന് പകരം എന്നാണ് അവർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അവരിപ്പോൾ ഇതിനെ മാർക്കറ്റിംഗ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ഉടനടി നിങ്ങൾ പെട്ടെന്ന് കയറിക്കോ, എന്നിട്ട് എന്താ പറയുക അൺകട്ട് വേർഷൻ നിങ്ങൾ കണ്ടോ, അതിന് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡിറ്റഡ് വേർഷൻ വരും എന്നുള്ള രീതിയിൽ അതിനെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഒരു ആത്മാർത്ഥമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി അണിയറ പ്രവർത്തനം പൃഥ്വിരാജ് മോഹൻലാൽ അടക്കം ടൈറ്റിൽ കാർഡ് പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് 100 കോടി കളക്ട് ചെയ്തിരുന്നില്ലേ. അപ്പോൾ വിവിധ സൈറ്റുകൾ, അതായത് ഇന്ത്യയിൽ ഓതൻറ്റിക് ആയിട്ട് എല്ലാ ഫിലിമിൻ്റെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇറങ്ങുന്ന സിനിമയുടെ ഓതൻറ്റിക് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് എല്ലാ കാര്യങ്ങളും പ്രവചിക്കുന്ന സൈറ്റുകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എമ്പുരാനി 2 ദിവസം കൊണ്ട് ഏകദേശം എന്താ പറയുക തിയേറ്ററിൽ നിന്ന് മാത്രം കിട്ടിയ കളക്ട് ഏകദേശം 40 കോടിക്കടുത്ത് മാത്രമാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 40 കോടി തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടാക്സും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 30 കോടി മാത്രമേ പ്രൊഡ്യൂസറുടെ കയ്യിലെത്താൻ സാധ്യതയുള്ളൂ. ഇന്ത്യയിലെ ടാക്സ് സിസ്റ്റം അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എമ്പുരാൻ ഇവർ പറയുന്ന അണിയറ പ്രവർത്തകർ പറയുന്ന ഏകദേശം 150-200 കോടിക്കടുത്താണ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതിൻ്റെ നിർമ്മാണ ചെലവ് 150 കോടിക്കടുത്താണ്. പക്ഷേ ആദ്യത്തെ 1-2 ദിവസം ഉണ്ടായിരുന്ന ഹൈപ്പ് പിന്നീട് ഉണ്ടായിരുന്നില്ല. ഈ വിവാദങ്ങൾക്ക് ശേഷം, അതായത് ഇതൊരു പ്രൊപ്പഗണ്ട ഫിലിമാണെന്ന് ഒരു വിവാദം കത്തിപ്പടർന്നതിന് ശേഷം കേരളത്തിൽ തന്നെ ഹ്യൂജ് ക്യാൻസലേഷൻ വന്നു, ഒരുപാട് ക്യാൻസലേഷൻ വന്നു. അതായത് 40% ക്യാൻസലേഷൻ വന്നെന്ന് പറഞ്ഞാൽ അതിൽ ഇതിൻ്റെ ലോങ് റണ്ണിന് എഫക്ട് ചെയ്യും. വരും ദിവസങ്ങളിൽ ഇപ്പോൾ 1-2 ദിവസം, ഇപ്പോൾ നാളെ പെരുന്നാളാണ്. പെരുന്നാൾ കഴിഞ്ഞ ശേഷം എത്രത്തോളം ആൾക്കാർ ഇതിനകത്ത് ഇടിച്ച് കയറുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് പൃഥ്വിരാജ് ഫിലിം അണിയറ പ്രവർത്തകർ പറഞ്ഞത് പെട്ടെന്ന് കയറിക്കോ, 2 ദിവസത്തിനുള്ളിൽ ഈ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. അത് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അതായത് പെരുന്നാളിന് മുന്നേ അവരുടെ ആ ഉത്സവ സമയത്ത് തന്നെ നിങ്ങൾ വേഗം ഏറി കണ്ടോ, അതായത് വേണ്ടാത്ത ഗുജറാത്ത് കലാപം അത്ര റെഫറൻസ് ഇതിനകത്ത് ഉണ്ട്, അതൊക്കെ കാണണമെങ്കിൽ 2 ദിവസം കൊണ്ട് കണ്ടോ എന്നുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഈ പൃഥ്വിരാജിനെതിരെയാണ്. മോഹൻലാലിന് ഒരു പരിധിവരെ മോഹൻലാൽ ഫാൻസിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, എന്തൊക്കെയോ പറഞ്ഞിട്ട്. അതായത് മോഹൻലാലിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് ഫുൾ പറഞ്ഞില്ല, ഡബ് ചെയ്യുന്ന സമയത്ത് മോഹൻലാലിൻ്റെ പോർഷൻ മാത്രമേ കണ്ടുള്ളൂ, മോഹൻലാലിനെ പ്രിവ്യൂ പോലും കാണിച്ചില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. മോഹൻലാൽ ഫാൻസ് പറയുന്ന തിയറി, അതായത് മോഹൻലാലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല മോഹൻലാൽ ഓടി നടന്നിട്ടാണ് ഇതിൻ്റെ പ്രൊമോഷൻ നടത്തിയത്. മോഹൻലാൽ ഒരു പടത്തിൽ, മോഹൻലാലിൻ്റെ ഫിലിമിൽ ഇന്നേ വരെ ഇതുവരെ മോഹൻലാൽ ഇങ്ങനെ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു പരിപാടി മോഹൻലാലിനില്ല. മോഹൻലാലിൻ്റെ ഓരോ നിമിഷം പോലും കോടികൾ വിലപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഇതിനു വേണ്ടി ഒരുപാട് സ്പെൻഡ് ചെയ്തു. അതായത് പൃഥ്വിരാജ് മോഹൻലാലിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മോഹൻലാലിനെ ചതിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് മോഹൻലാൽ ഫാൻസൊക്കെ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ സൈഡിൽ നിന്നും, അതായത് ഒരു സൈഡിൽ നിന്ന് ഈ സുഡാപ്പികളും കമ്മികളും കുങ്ങികളൊക്കെ പൃഥ്വിരാജിനും മോഹൻലാലിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. മോഹൻലാൽ ഇന്ന് ക്ഷമാപണം നടത്തി. അതായത് എനിക്ക് പറ്റില്ല, സോറി, എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ, ഞാൻ നിങ്ങളുടെ മോഹൻലാലായിരിക്കും അങ്ങനെയുള്ള രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് മോഹൻലാൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും ആൾക്കാർക്ക് തൃപ്തിയാവുന്നില്ല. ആർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മോഹൻലാൽ ഈ കഥ കേൾക്കാതെ ഇത് ചെയ്യുമെന്നില്ലേ. മോഹൻലാൽ ഫാൻസാണ് പറയുന്നത് മോഹൻലാലിനെ ചീറ്റ് ചെയ്താണ്. എന്ത് തന്നെയായാലും ഇപ്പോൾ 2 പേരെ സോഷ്യൽ മീഡിയ എയറിൽ കേട്ടിരിക്കുകയാണ്. അതായത് വേറെ ഭാഷയിൽ പറഞ്ഞാൽ ഊക്കി വിട്ടിരിക്കുകയാണ് മോഹൻലാലിനെ. അതായത് ചില മമ്മൂട്ടി ഫാൻസൊക്കെ പറയുന്നത് വെച്ചാൽ പൃഥ്വിരാജ് മോഹൻലാലിനെ ഊക്കി വിട്ടു എന്നുള്ള രീതിയിലാണ് മമ്മൂട്ടി ഫാൻസൊക്കെ പറയുന്നത് കേട്ടോ. മമ്മൂട്ടി ഫാൻസും ഇതിന് വേണ്ടിയിട്ട് അതായത് ബേസിക്കലി ഇവന്മാരൊക്കെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ്. അവരൊക്കെ എന്താ പറയുക ഇപ്പോൾ മോഹൻലാലിനെ താങ്ങി അടക്കുകയാണ്, അങ്ങനത്തെ ഗതികേടിലാണ് അവരൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയാം, മലയാള സിനിമയിലെ എന്താ പറയുക സ്വന്തം അസ്തിത്വം പണയം വെക്കാത്ത 1-2 നടന്മാരുണ്ട്, 2 നടന്മാരുണ്ട് കേട്ടോ. അതിലൊരാണ് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ യഥാർത്ഥ റിയൽ പാൻ ഇന്ത്യൻ ഫിലിമാണ്. എല്ലാ സ്റ്റേറ്റിലും ഓടി നടന്ന, എല്ലാ സ്റ്റേറ്റിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാണ് അവരെ നന്നായി എൻ്റർടൈൻ ചെയ്ത ഒരു പടമായിരുന്നു മാർക്കോ ഈ അടുത്ത കാലത്ത്. അപ്പോൾ മാർക്കോ 20 ദിവസം തിയേറ്ററിൽ ഓടിയിട്ടാണ് 100 കോടി കളക്ട് ചെയ്തത്. ഭയങ്കര ജെന്യൂൻ കളക്ഷൻ റിപ്പോർട്ടായിരുന്നു അത്. അതായത് എനിക്കൊന്ന് മലയാളത്തിലെ ജെന്യൂനായിട്ട് 100 കോടി അടിച്ച ഒരേ ഒരു പടം മാർക്കോ മാത്രമാണ്. 21ാമത്തെ ദിവസമാണ് മാർക്കോ 100 കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ ഒഫീഷ്യൽ ടൈറ്റിൽ കാർഡ് ഇറക്കിയത്. പക്ഷേ ഇവിടെ പല സിനിമകളും ഈ ടർബോ 2ാമത്തെ ദിവസം 50 കോടി അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിരുന്നു. പക്ഷേ ഈടി വന്നപ്പോൾ നേരെ 12 കോടിയായി ചുരുങ്ങി. അതാണ് ഇവിടുത്തെ കളക്ഷൻ തള്ളുകൾ. പക്ഷേ മാർക്കോയുടെ കേസിലെന്ന് വെച്ചാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു. അവർ എല്ലാം കറക്റ്റായിട്ട് എന്താ പറയുക, അതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് മീഡിയക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയാണ് കളക്ട് ചെയ്തത്, ഇന്ന ദിവസം ഇത്ര കളക്ട് ചെയ്തു, എല്ലാം അങ്ങനെ 21ാമത്തെ ദിവസം
100 കോടി കളക്ട് ചെയ്തു. അതൊരു ജെനുവിൻ കേസാണ്. അപ്പോൾ ഇവിടെയും എന്താ പറയേണ്ടത്, ഈ പൃഥ്വിരാജും ടീമും മോഹൻലാൽ അടക്കമുള്ള, മോഹൻലാലിനെ അങ്ങനെ ചെയ്തേ പറ്റൂ, മോഹൻലാലിനെ ട്രാപ്പാക്കിയിരിക്കുകയാണ് ഈ പൃഥ്വിരാജ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിവാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം ഉണ്ണി മുകുന്ദൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലേക്ക് മാർക്കോടെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ബോഡിയൊക്കെ കാണിച്ചിരിക്കുന്ന ബ്ലഡിൽ കുളിച്ചിരിക്കുന്ന ഒരു ഇങ്ങനെ ചുരുട്ടൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അതായത് സിനിമാറ്റിക്. അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്ന് വെച്ചാൽ, ഒരു ക്യാപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക്. ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൃഥ്വിരാജിനും മോഹൻലാലിനും അടക്കമുള്ള ഒരു ഊക്കാണ്. അതായത് എടാ നീ എമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ച സാധനം, ഈ മാർക്കോ എന്ന് പറഞ്ഞ സാധനം ആനയും ഇതും എന്താ പറയുക, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മാർക്കോ ഒരു റിയൽ പാൻ ഇന്ത്യൻ ഫിലിമാണ്, എമ്പുരാൻ അതിൻ്റെ അടുത്ത് എത്തില്ല എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്ന പല കമൻറ്റുകൾ, ഒരുപാട് കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. 3000-4000 കമൻറ്റ്സ് ഉണ്ട്. അതിനിടയിൽ മിക്ക ആൾക്കാരും, ഒരു 90% ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നത് ഇത് പൃഥ്വിരാജിനുള്ള ഊക്കാണ് എന്ന രീതിയിലാണ്. ശരിയാണ്, പുള്ളി സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാപ്ഷൻ കൊടുത്തപ്പോൾ അതിലെന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. എന്താ പറയുക, ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവണോ ഉണ്ണിക്കുട്ടാന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ കമന്റ് ഇട്ടുണ്ടായിരുന്നു. ശരിയാണ്, അതായത് മാർക്കോയുടെ ആ സ്വാഗും എന്താ പറയുക, അതൊന്നും ഈ പടത്തിന് തരാൻ പറ്റിയില്ല. എമ്പുരാൻ എന്ന് പറയുന്ന പടത്തിന് തരാൻ പറ്റിയില്ല. എമ്പുരാനിൽ എന്താണോ അൽഖ്വയ്ദയിൽ എന്താ പറയുക, ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അവിടുന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ ആണ് ഈ പടത്തിലെ നായകൻ. മോഹൻലാൽ ഈ സെക്കൻഡ് റോളാണ്, ഒരു സഹനടന്മാരിയാണ് മോഹൻലാൽ ഈ പടത്തിലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവന്മാർക്കിൻ്റെ ഊക്ക് തന്നെയാണ് ഇത് യഥാർത്ഥ. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ 2 ദിവസം കൊണ്ട് 100 കോടി അടിച്ച്, അത് ഫോൾസാണ്. യഥാർത്ഥ എന്താ പറയുക പടം, പാൻ ഇന്ത്യൻ പടം, മലയാളത്തിലെ ഏക പടം എന്താ പറയേണ്ടത് ഉണ്ണിയുടെ പടം മാർക്കോ തന്നെയാണ്. അത് തന്നെയാണ് എന്താ പറയേണ്ടത് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ണി ഉദ്ദേശിച്ചതെന്നാണ് എല്ലാവരും, മിക്ക ആൾക്കാർ എല്ലാവരും ഒരേ സ്വരത്തിൽ. എനിക്ക് മനസ്സിലായിട്ടല്ലോ, ഉണ്ണിയെ ഈ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് കൂടുതൽ എതിർക്കുന്നത്. ആ ഒരു നാമധാരികളാണ് കൂടുതൽ എതിർക്കുന്നത്. അവർ പോലും എന്താ പറയുക ഇതാണ് പറഞ്ഞത്, മച്ചാൻ ഇത് പൃഥ്വിരാജിനുള്ള ഊക്കാണല്ലോ എന്നുള്ള രീതിയിൽ. ശരി തന്നെയാണ്. അതായത് സ്വന്തം അസ്തിത്വം പണയം വെക്കാതെ താൻ വിശ്വസിക്കുന്ന, അതായത് സനാതനധർമ്മത്തെയും തൻ്റെ ആരാധിക്കുന്ന ഹൈന്ദവ ദേവതകളെയും എല്ലാം എന്താ പറയുക പബ്ലിക്കായിട്ട് അവനെ എക്സ്പ്രസ് ചെയ്യും എന്താണെന്നില്ലേ. ബേസിക്കലി പുള്ളി ബോൺ ആൻഡ് ബോട്ടപ്പ് എന്താ പറയുക, ബോൺ ഇൻ കേരള ബോട്ടപ്പ് ഇൻ ഗുജറാത്ത്. അപ്പോൾ ആ ഒരു കൾച്ചർ എന്താ പറയുക ആരുടെ മുന്നിലും ഇത്തരം കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ മറ്റുള്ളവരെ അതൊരു ഇതല്ല, ഷോ അല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു വിചാരിക്കാതെ ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. ആരുടെ മുമ്പിലും മട്ടാഞ്ചേരിയുടെ മാഫിയയുടെ മുന്നിലൊന്നും നട്ടല് വളക്കാത്ത ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. ആ ഉണ്ണി മുകുന്ദൻ ശരിക്കും പൃഥ്വിരാജിന് മോഹൻലാലിനെ അടക്കം മൂക്കി വിട്ടിരിക്കുകയാണ് ആ ഒരു ഫേസ്ബുക്ക്. എല്ലാവരും അങ്ങനെ പറഞ്ഞു, ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇത് ഇവർക്കുള്ള ഊക്കാണല്ലോ എന്ന രീതിയിലാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും കാണുമ്പോൾ തോന്നും കേട്ടോ, ആ ഫോട്ടോ നിങ്ങളൊന്ന് എടുത്ത് നോക്കും, ഉണ്ണി മുകുന്ദൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എടുത്ത് നോക്കിയാൽ മതി. എന്ത് തന്നെ ആയാലും ഇപ്പോൾ എല്ലാവരും പറയുന്നത് കുറേ പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു. അതായത് യഥാർത്ഥ ആർക്കും മുന്നേ നട്ടല് വളക്കാത്ത റിയൽ, അതായത് രാജ്യത്തോട് സ്നേഹമുള്ള, തൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുഖമടച്ച് പറഞ്ഞു അവതാരകനെ മറുപടി കൊടുത്തിരുന്നു ഉണ്ണി മുകുന്ദൻ. അതായത് രാജ്യസ്നേഹം, അതാണ് എൻ്റെ രാഷ്ട്രീയം. രാജ്യത്തോട് കൂറ് പുലർത്തുന്ന ആരുണ്ടോ, ഏത് രാഷ്ട്രീയ പാർട്ടിയുണ്ടോ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും, നിരുപാധികം സപ്പോർട്ട് ചെയ്യും, എൻ്റെ സപ്പോർട്ട് അവർക്കാണെന്ന് പറഞ്ഞ എന്താ പറയുക വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത് ആരെങ്കിലും ചൊറിയാൻ നിൽക്കാറില്ല. അപ്പോൾ ഇത് പൃഥ്വിരാജിനും മോഹൻലാലിനും ഊക്ക് തന്നെയാണ്, ഒരു സംശയമില്ല. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഉണ്ണി മുകുന്ദൻ ചെയ്ത കാര്യം, അവൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഈ രാജപ്പന് മോഹൻലാലിന് മുഖത്ത് കൊടുക്കുന്ന ഒരു അടി തന്നെയാണ്. അതായത് ഇതാണ് യഥാർത്ഥ ഫിലിം, യഥാർത്ഥ പാൻ ഇന്ത്യൻ ഫിലിം ഇതാണ്, യഥാർത്ഥ 100 കോടി ഫിലിം ഇതാണെന്നുള്ള രീതിയിൽ യുവമാർക്ക് ഒരു നൈസായിട്ട് ഊക്ക് കൊടുത്തിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ. എന്ത് തന്നെയാലും ഉണ്ണിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല, നല്ലൊരു കയ്യടി കൊടുത്തേ പറ്റും ഉണ്ണിക്ക്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, വരുന്ന ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തുവരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം, മറ്റൊരു വീഡിയോ കാണാം.